ഇല്ലാ കലിമത ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫതസ്അദു വഹ്ദഹാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തൊഴികെ അത് ഒറ്റക്കാണ് പോകുന്നത്, അത് ഉയർത്തേണ്ട ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നത് മലക്കുകളല്ല കൊണ്ടുപോകുന്നത്, അത് താനേ ഉയരുന്ന ഒരു കലിമത്താണ്. അതെവിടുന്ന് മനസ്സിലായതാണ്? സൂറത്തു ഫാത്തിറിലെ ഈ ആയത്തിൽ നിന്നാണത് മഹാന്മാർ മനസ്സിലാക്കുന്നത്. എന്താ അല്ലാഹു പറയുന്നത്? മൻ കാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ. ആർക്കെങ്കിലും അഭിമാനം വേണമെന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുക, അള്ളാഹുവിനാണ് അഭിമാനം അവകാശപ്പെട്ടിരിക്കുന്നത്. അഭിമാനം അള്ളാഹുവിൻ്റെ അടുത്താണുള്ളത്. അള്ളാഹുവിനനുസരിക്കുന്നവർക്ക് അള്ളാഹുവാണ് അഭിമാനം കൊടുക്കുന്നത്, അല്ലാത്തതൊന്നും അഭിമാനമല്ല. അതുകൊണ്ട് വെറുതെ ഈഗോ ഇതൊന്നും വേണ്ട. നമ്മൾ വെറുതെ ഒരു ഈഗോ പിടിച്ച് ശ്വാസം പിടിച്ചിരിക്കുക, എൻ്റെ അഭിമാനം അങ്ങനെയൊന്നുമില്ല. അള്ളാഹു തരുന്നതേ ഉള്ളൂ നിൻ്റെ അഭിമാനം. മൻഖാന യുരീദുൽ ഇസ്സ. അല്ലാത്തവർ നിങ്ങൾ ശ്വാസം പിടിക്കുന്നത് കൊണ്ട് പേടിച്ചിട്ട് ഒരു പക്ഷേ എല്ലാത്തിനും എസ് മൂളിയേക്കാം, പക്ഷേ ലെവലേഷൻ കൽബിൽ നിങ്ങളോട് ബഹുമാനം അള്ളാഹു അവരുടെ കൽബിൽ തോന്നിപ്പിച്ചു കൊടുക്കൂല. പിന്നെന്താ കൊണ്ട് കാര്യം? കൽബിൽ ഇസ്സത്ത് വേണോ? അത് അള്ളാഹുവിനെ കൂട്ടുപിടിച്ചാലേ കിട്ടുള്ളൂ നാം. അതാണ് അള്ളാഹു മൻ കാന യുരീദുൽ ഇസ്സ. ആർക്കെങ്കിലും അഭിമാനം വേണമെന്നുണ്ടെങ്കിൽ അറിയുക, ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ. എല്ലാ അഭിമാനവും കിടക്കുന്നത് അള്ളാഹുവിൻ്റെ അരികത്താണ്. അള്ളാഹ് അവകാശപ്പെട്ടതാണ് അതെല്ലാം. എന്നിട്ട് പറഞ്ഞ വാക്കെന്താണ്? ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനെയാണ് കലിമുത് ത്വയ്യിബ് എന്ന് പറയാൻ ഏറ്റവും നല്ല വചനം. അള്ളാഹുവിൻ്റെ ഇസ്മ വന്ന കലിമയാണത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇലൈഹി യസ്അദു, അല്ലാഹുവിലേക്ക് ഉയരുകയാണ് അൽ കലിമുത് ത്വയ്യിബ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം അല്ലാഹുവിലേക്ക് ഉയരുന്നു. വൽ അമലു സ്വാലിഹു യർഫഉഹു, സൽക്കർമ്മങ്ങളെയെല്ലാം അല്ലാഹു ഉയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തായി? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒറ്റക്കുയരുന്നു, ബാക്കി അമലുകളെ അല്ലാഹു ഉയർത്തുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം വന്നു. പിന്നെ അതിൻ്റെ ബാക്കി മറ്റൊരു വിഷയമാണ്. വല്ലദീന യംകുറൂന സയ്യിആത് ലഹും അദാബുൻ ശദീദുൻ വമക്റു ഉലൈക ഹുവ യബൂർ. അത് അള്ളാഹുവിനെ പറ്റിക്കുന്ന പണിയെടുക്കുന്നവർക്കുള്ള അള്ളാഹുവിൻ്റെ താക്കീതാണ്. വല്ലദീന യംകുറൂന സയ്യിആത്, തിന്മകൾ കുതന്ത്രത്തിലൂടെ ചെയ്യുന്നവർ. നേർക്കുനേരെ ചെയ്യും, ചിലർ കുതന്ത്രങ്ങളിലൂടെ ചെയ്യും. അവർക്ക് ലഹും അദാബുൻ ഷദീദ്, ഭയാനകമായ ശിക്ഷയുണ്ട്. വമക്റു ഉലൈക ഹുവ യബൂർ, അവരുടെ കുതന്ത്രങ്ങളൊക്കെ പാളിപ്പോവുകയും ചെയ്യും. അള്ളാഹു നൽകുന്ന താക്കീതാണ്. പക്ഷേ അൽ കലിമുത് ത്വയ്യിബ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബ്. അതുകൊണ്ട് ഒരു 7 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങ് ചൊല്ലിയാലോ അല്ലേ? ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോൾ ഒരു ഹ് എന്ന അവസാനം ഉച്ചരിക്കാൻ മറക്കരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് നിർത്തരുത്. അല്ലാഹ് എന്നാണ് ആ വാക്ക് അല്ലേ? അപ്പം എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വരണം. വാങ്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഹയ്യ അല സ്വലാ അങ്ങനെയല്ല വാങ്ക്. ആ താ സ്വലാത്ത് എന്നാണത്. ഹയ്യ അല സ്വലാഹ് ഒരു ഹ് വേണം. പിന്നെ ഹയ്യ അലൽ ഫലാഹ് അത് ഹ ആണ്. അത് ഹ ഇപ്പുറത്ത് ഹ ഉണ്ട്. ഹയ്യ അല സ്വലാ അപ്പോൾ അലിഫുമ നിൽക്കും, അപ്പുറത്തെ അക്ഷരം കൂടെ ഉണ്ട് ഹാത്ത. ഹയ്യ അല സ്വലാഹ് അങ്ങനെ വരേണ്ടത്. പണ്ടൊരു പള്ളി ഉദ്ഘാടനം നടക്കുമ്പോൾ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ആ പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോയി. അപ്പോൾ അവിടുത്തെ മുക്രിക്ക വാങ്ങിക്കൊടുക്കുകയാണ്. അതിൻ്റെ അനുഭവം മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് അവിടെ സൊഫിലിരിക്കുകയാണ്, വാങ്ങിക്കൊടുക്കുകയാണ് മുക്രിക്ക. അപ്പോൾ മുപ്പര് ഹയ്യ അല സ്വലാ എന്നാണ് പറയണത്. അപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് ഇരുന്നിട്ട് ഹയ്യ അല സ്വലാഹ് പറയണം.
ഹയ്യാൽ ഫലാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫലാഹ് എന്നവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കണ്ണിയത്ത് ഉസ്താദ്. കേട്ടിട്ട് ആ വാക്ക് ശരിയായില്ലല്ലോ എന്ന ഒരു പേടിയിൽ മഹാനവറുകൾ ഫലാഹ് എന്നിങ്ങനെ ഹാ ഒക്കെ ശരിക്കും മഴപ്പിച്ച് പറഞ്ഞു കൊടുത്തു എന്നാ അങ്ങനെ ചൊല്ലുന്ന് പറയാൻ. സുബ്ഹാനല്ലാഹ്. എന്ന പോലെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ഹ് എന്ന് പറയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവൂല. അതുകൊണ്ട് ഒന്നിങ്ങനെ ചേർത്ത് പറയാം, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തെ ഹാ പോയാലും ഒന്ന് കിട്ടും. ഒന്നിൽ ഹൂ എന്ന് പറഞ്ഞില്ലേ, മറ്റേ ആ ഹാ ഉച്ചരിച്ചില്ലെങ്കിൽ ആ കലിമത്ത് തെറ്റിപ്പോയി. പ്രത്യേകം ശ്രദ്ധിക്കണം. ആ എന്ന് പറഞ്ഞ് നിർത്തരുത്, ഹാ വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പലപ്പോഴും നമ്മൾ അറിയാതെ ഇങ്ങനെ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് നിർത്തിപ്പോവും. അതുകൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മൻ കാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സതു ജമീഅഹ ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബ് വൽ അമലുസ് സ്വാലിഹു യർഫഉഹു. ഒറ്റയ്ക്ക് ഉയരാൻ മാത്രം പ്രാപ്തിയുള്ള അമലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് നമ്മൾ ഉച്ചരിക്കുന്നത്. അത് അല്ലാഹുവിലേക്ക് ഉയർന്നു പോയി എന്നാണ്. അത് അടുത്ത വ്യാഴ്ച വരെ കാത്തിരിക്കൂല, ഒറ്റയ്ക്ക് തന്നെ പോകുന്നു. സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രത്യേകതയാണത്. എന്തേ? അത് ലഫ്ദുൽ ജലാലത്ത് അതിൻ്റെ ഉള്ളിലുണ്ട്. അല്ലാഹ് എന്ന ഇസ്മതിൻ്റെ ഉള്ളിലുണ്ടായതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഇസ്മുകൾ ശരിയാവണ്ണം മനസ്സിലാക്കി അതിൻ്റെ മദ്ലൂലാത്തുകൾ അനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു മഅബൂദാണ്. അതുകൊണ്ടാണ് അല്ലാഹ് എന്നത് അൽ ഇലാഹ് എന്ന വാക്കിൽ നിന്ന് വന്നത്. മഅബൂദുൻ ബിഹഖിൻ, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവൻ. ആ ഇബാദത്ത് എന്ന് പറയുന്നത് മഹബ്ബത്തും ത്വാഅത്തും കൂടുമ്പോഴാണ് ഇബാദത്താവുക. ആരാധന എന്ന് പറഞ്ഞത് മഹബ്ബത്തും ത്വാഅത്തും, സ്നേഹവും അനുസരണയും രണ്ടും കൂടെ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ഇബാദത്ത് ചെയ്യുന്നത്. വെറുതെ അനുസരിച്ചു, സ്നേഹത്തോടനുസരിക്കുക. ഇതൊക്കെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളാണ്. നിസ്കരിക്കണം എന്ന് പറയുമ്പം തന്നെ മക്കളെ പഠിപ്പിക്കേണ്ട വിഷയമാണത്. അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് നിസ്കരിക്കുക, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിസ്കരിക്കുക. അഹിബുല്ലാ, മുത്തുനബി നിങ്ങൾ പറഞ്ഞതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം. അത് നിർബന്ധമാണ്. അള്ളാഹിനെ ഇഷ്ടപ്പെടണം. അള്ളാഹുവിനെ ആണ് ആദ്യം ഇഷ്ടപ്പെടേണ്ടത്. അതിൻ്റെ തൊട്ട് പിന്നിൽ വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹ്, പിന്നെ മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാലിഖ് അല്ലാഹു അല്ലേ, സൃഷ്ടാവല്ലേ അല്ലാഹു, മുസവ്വിറല്ലേ. അതുകൊണ്ട് അല്ലാഹുവിനെ ഇഷ്ടപ്പെടണം, മഹബ്ബത്ത് വേണം. അഹിബ്ബുല്ലാഹ് ലിമാ യുഗ്ദൂകും ബിഹി മിൻ നിഅമി വഅഹിബ്ബൂനി ബിഹുബ്ബില്ലാഹ്. അള്ളാഹു നിങ്ങൾക്ക് നിഅമത്തുകൾ തരുന്നില്ലേ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടണം. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം. എന്തേ കാരണം? ബിഹുബ്ബില്ലാഹ്, അള്ളാഹുവിന് എന്നെ ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങളും എന്നെ ഇഷ്ടപ്പെട്ടേക്കണം. അത് അത്ഭുതകരമായൊരു ഹദീസാണിത്. സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു മുത്തുനബി തങ്ങൾ, സിദ്ദീഖേ, വരും നാളുകളിൽ വരുന്നവർ നിങ്ങളെ ഇഷ്ടപ്പെടും. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ട കഥ അവർ കേൾക്കുമ്പോൾ അവർക്ക് നിങ്ങളോട് ഇഷ്ടമാവും സിദ്ദീഖേ എന്ന് സിദ്ദീഖ് തങ്ങളോട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.